ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ തിരുവാലി പഞ്ചായത്ത് കോയിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് റംഷിയാനെ കാണാനാണ്. റംഷിയാക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. റംഷിയാക്ക് പഠന വൈകല്യമുണ്ട്, അതേപോലെ ചെറിയൊരു പക്വത കുറവാണ്. ഈ പിന്നിൽ കാണുന്നതാണ് വീട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം, കൂടെ നിൽക്കണം കേട്ടോ. ഇവരുടെ ഇതാ വീട് റോഡ് സൈഡ് തന്നെയാണ്. ഇതാണ് വീട്. എന്നാ ഉള്ളിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും. ഇത് റംഷിയാൻ്റെ ഉപ്പയാണ്. നിങ്ങൾ പേരെന്താ? എൻ്റെ പേര് അബ്ദുൾ റസാഖാണ്. അബ്ദുൾ റസാഖ് അല്ലേ? ഇതാണ് കേട്ടോ റംഷിയ. റംഷിയ, എന്തൊക്കെയാ വിശേഷം? എന്നാ ഇപ്പൊ അവിടെ ഇരുന്നാ അവിടെ ഇരുന്ന മോളെ. വയ്ക്കാ, നിങ്ങൾ മിലിറ്ററിയിലായിരുന്നു അല്ലേ? സർവീസിലായിരുന്നു. അതിൽ ഏത് സിംഗിൾസ് എന്ന് പറയാം, കമ്മ്യൂണിക്കേഷൻ ഇതായിരുന്നു. 28 വർഷം സർവീസ് ചെയ്തു. 28 വർഷം. ഇപ്പൊ റിട്ടയർ ആയിട്ട് കുറേ വന്നിട്ട് 20 വർഷമായി. 20 വർഷമായി. അത് ശരി. മോക്ക് എന്താ ശരിക്കുള്ള ബുദ്ധിമുട്ട്? അവർക്ക് ഈ പഠന വൈകല്യത്തിൻ്റെ പ്രശ്നമാണ്. പഠിക്കാനും എഴുതാനുള്ള ബുദ്ധിക്കുറവ്. അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ശാരീരികമായിട്ടോ അല്ലെങ്കിൽ വേറെ നടത്തത്തിനോ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ അവൾ ഉമ്മാനെ സഹായിക്കും. എല്ലാ പണികളൊക്കെ ചെയ്തു കൊടുക്കും. കാര്യമായ പണിയൊക്കെ അവൾ തന്നെ വീട്ടിൽ ചെയ്യാം. പിന്നെ അടുക്കളയിലെ പണിയും കുറേ മാക്സിമം കുറേയൊക്കെ ചെയ്യും, കൂടി കൊടുക്കും. അതെ, കുക്കിംഗ് ഒന്നും അങ്ങനെ അറിയില്ല അല്ലേ? നല്ലപോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അടുപ്പിക്കാറില്ല. അതെ. റംഷിയാക്ക് ഇപ്പൊ എത്ര വയസ്സായി? 33 വയസ്സായി. 33 അല്ലേ? എന്തെങ്കിലും ഗുളിക കുടിക്കുന്നുണ്ടോ? ഇല്ല, മരുന്നുകളായിട്ടൊന്നുമില്ല. മെയിനായിട്ട് പറഞ്ഞാൽ ഈ പഠന വൈകല്യാണ്. എഴുതാനും വായിക്കാനും തീരെ അറിയില്ല അല്ലേ? എഴുതാൻ അവളുടെ പേരും കാര്യമൊക്കെ അറിയും. പിന്നെ ഒറ്റ അക്ഷരങ്ങളൊക്കെ എഴുതി ABCD അതിൽ മലയാള അക്ഷരങ്ങളൊക്കെ ഒറ്റ എഴുതും. പേരൊക്കെ എഴുതാൻ അറിയാലേ? സ്വന്തമായിട്ട് എഴുതും. പേരൊക്കെ എഴുതാൻ അറിയാലേ? റംഷിയ എത്ര വരെയാ പഠിച്ചേ? അതിനുശേഷം എന്തിനാ പോയിരുന്നാ? ഇല്ല. സ്കൂൾ എവിടെ അടുത്തായിരുന്നോ? വണ്ടൂർ. നീ ഒറ്റക്കാ പോലേനോ? കുട്ടികളൊപ്പരോ അല്ലേ? നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 3 മക്കളാണ്. ഒരാണ്, 2 പെണ്ണ്. നടുവിലുള്ള ആളാണ് ഇവള്, രണ്ടാമത്തെ ആള്. അതിൻ്റെ താഴെ ഒരു പെണ്ണുകൂടിയുണ്ട്. അവള് കല്യാണം കഴിച്ചു. അപ്പോൾ ഇവള് കല്യാണം ഏതെങ്കിലും അതിലേക്ക് നടക്കണമെന്നുള്ള പ്ലാനാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ. നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം തന്നെ നമുക്ക് ഏറ്റവും നമ്മളെ ഇതായിട്ടുള്ളത് ഈ മലപ്പുറം ജില്ലയിൽ അടുത്തായിട്ട് കിട്ടാൻ സുഖം. അതെ. പോക്കുവരവൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. അതെ. ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? കുഴപ്പമില്ല. മാനസികമായിട്ട് പക്ഷേ ബുദ്ധിപരമായിട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ജോലിക്ക് പോയി ഓളെ നോക്കാൻ പറ്റിയ ഒരാളാണെങ്കിൽ അതെ, അങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? അതെ. ധീരപരമായിട്ടൊക്കെ ഒരു കഴിവുള്ള ആളാണെങ്കിൽ നമുക്ക് വേണ്ടതാണ്. എന്നാൽ അവളെ കൊണ്ടെടുക്കാൻ കുറേ കഴിയുമല്ലോ. എത്ര വയസ്സ് വരെ നമുക്ക് പറ്റുമോ? നമുക്കൊരു ഇപ്പോൾ ഇവൾക്ക് 33 40 വയസ്സ് വരെയൊക്കെ നമുക്ക് മാക്സിമം 40 അല്ലേ? അതെ, 42 വയസ്സ് വരെയൊക്കെ പോവാം. ആ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് ആയത് ഒക്കെ, ഭാര്യ മരിച്ചതൊക്കെ നമുക്ക് പറ്റുമോ? പിന്നെ ബാധ്യതയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ആലോചനകൾ വരട്ടെ, അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്യാം. സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു എത്തിക്കുട്ടിയാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ കൊണ്ടുനടക്കാൻ അവളെ അറിഞ്ഞുകൊണ്ട് അവളെ മുന്നോട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരാളായ നമുക്ക് ഏറ്റവും നല്ലതായിരുന്നു. ഇവിടെ വന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ പിന്നെ 1.5 വർഷം ഇവിടെ നിന്നാൽ ഓലൊന്ന് കെമിസ്ട്രി ഒന്ന് സിങ്ക് ആയതിനു ശേഷം ഓല് പോയാലും പ്രശ്നമില്ല അല്ലേ? കല്യാണത്തിന്റെ പെട്ടെന്ന് ഇപ്പോൾ ഒക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് അല്ലേ, പുതിയൊരു വീട്ടില് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ സമയം പിടിക്കുമല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ലൊരു ആലോചന വരട്ടെ. റംഷിയ, ഉമ്മാനാ നോക്കുന്നേ? റംഷിയൊക്കെ എങ്ങനെയുള്ള പിയാപ്പിളിനാ വേണ്ടേ? നല്ല കിട്ടണം. നല്ല പറഞ്ഞോ, എന്തൊക്കെയാ ഇഷ്ടങ്ങൾ പറഞ്ഞോ? നല്ല ആളായാൽ മതിയില്ല. നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരാളായാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവർ കല്യാണാലോചനകൾ കുറേ മുമ്പേ തുടങ്ങി ഉണ്ടാവും. പക്ഷേ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താൻ സാധിക്കാത്ത കൊണ്ടാണ് അങ്ങനെ ലേറ്റായി പോയത്. ഇവരെ ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല ഫാമിലിയാണ്. അപ്പോൾ ഇക്കാണെങ്കിലും മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയതാണ്. ഇതൊക്കെ റംഷി ഉണ്ടാക്കിയതാ? മാഷാ അല്ലാഹ്. ഇതൊക്കെ റംഷി ഉണ്ടാക്കിയ ഹെയർ ബാൻഡുകളാണ് കേട്ടോ. അടിപൊളി. ഹെയർ ബാൻഡ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ? വേറെ അടുത്ത പ്രാവശ്യം വേറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് സൂപ്പർ ആയിക്കല്ലോ. ഇത് നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ലെവലുള്ള സാധനം കേട്ടോ. കടയിലൊക്കെ കൊടുക്കാം. അത്രയും ക്വാളിറ്റി ഉണ്ട് അല്ലേ? നമ്മള് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി. ഒറ്റയ്ക്ക് ചെയ്തതാണോ അല്ലെ ഹെൽപ്പ് ചെയ്ത് ചെയ്തതാണോ?
ആണോ? മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ ഇത് എവിടെയെങ്കിലും പോയി പഠിച്ചാണോ? അവള് പഠിച്ച സ്കൂളിൽ പോകുന്നത്. പഠിച്ച സ്കൂളിൽ ഇപ്പോൾ പോകുന്നുണ്ടോ? സ്കൂളിൽ ഇവിടെ തന്നെയാണ് പോകുന്നുണ്ട് അല്ലേ? വാഹനം വരുന്നത്, വാഹനത്തിൽ കൊണ്ടുപോകുന്നത്. ശരി. അവിടുന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിച്ചാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കൂ, നല്ല പോലെ അന്വേഷിക്കണം. ആർക്കും ഓരോ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട, ഓളെ അടുത്ത് ഫോൺ കൊടുക്കണ്ട, വീഡിയോ കോൾ അതിനൊന്നും നിൽക്കരുത് കേട്ടോ. അപ്പം എല്ലാവരും നല്ലവരല്ല. അപ്പോൾ നമ്മളെ പറ്റി നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം, അന്വേഷിക്കാൻ പറ്റാത്തത്ര ദൂരത്താണെങ്കിൽ അതിന് നിൽക്കുകയും വേണ്ട. ഓക്കെ. അപ്പോൾ ഇരു കൂട്ടരും നല്ലപോലെ അന്വേഷിച്ച് തന്നെ ചെയ്യണം. കല്യാണശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. എന്ത് വിഷയം അലമ്പുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് കളിയുക. പിന്നെ രാത്രി ഒരു 9 മണിക്ക് ശേഷം ഫോൺ ഓഫ് ചെയ്യുക. ഗൾഫ് നമ്പറൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. ഒരുപാട് നല്ലവരുണ്ട്, അതുപോലെ തന്നെ മോശപ്പെട്ട ട്രേസ് ചെയ്യാൻ പറ്റാത്ത നമ്പറല്ലേ എന്ന് വിചാരിച്ച് വിളിക്കുന്ന ഐറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ടെൻഷൻ ഒന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അതെ, എല്ലാം വർക്ക് ചെയ്തതാണല്ലോ. ഇൻഷാ അല്ലാ. അപ്പോൾ നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് നമുക്ക് വരട്ടെ. സംശയമൊക്കെ എന്താ പറയാനുണ്ടോ ഇനി? ഉപ്പാക്ക് പറഞ്ഞ പറയണ്ടോ? അല്ല, അതല്ല ഓളെ പറ്റിയേ അതൊന്നും ഇല്ലല്ലോ. നമ്മളെ കല്യാണം നടക്കട്ടെ അല്ലേ? കല്യാണം അടിപൊളിയായിട്ട് നടക്കട്ടെ ഇൻഷാ അല്ലാ. ആയിക്കോട്ടേക്കാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, റംഷിയും ഉപ്പയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. അപ്പോൾ ഓക്കെ, സ്ഥിരമായിട്ട് ഗുളിക കാര്യങ്ങളൊന്നുമില്ല. ഈ എല്ലാ പ്രശ്നത്തിനും ഗുളിക കുടിക്കേണ്ട ഒരു വിഷയമല്ല. ഈ പഠന വൈകല്യത്തിനൊന്നും ഗുളിക ഇല്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്തൊരവസ്ഥയാണ്. പിന്നെ ചെറിയൊരു പക്വതക്കുറവ്, അതൊന്നും ഗുളിക കുടിച്ചാൽ മാറുന്നതല്ല. അങ്ങനത്തെ അല്ല. ഓവർ ടെൻഷനും കാര്യവും വരുമ്പോഴാണ് അങ്ങനെയുള്ളവരാണ്. ചെറിയ ഗുളികകൾ കുടിക്കുമ്പോൾ അവർക്കത് റിലാക്സ് ആവും, ഈ ടെൻഷനും കാര്യമൊക്കെ. ഇവളുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ളതല്ല. എങ്കിലും നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണ്ടി വന്ന ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് എന്ത് വേണേൽ ചെയ്തിട്ടേ വരാവൂ. കാരണം കല്യാണ ശേഷം ഞങ്ങൾ അതറിഞ്ഞില്ല ഇതറിഞ്ഞില്ല എന്ന് പറയരുത്. പരിപൂർണ സമ്മതത്തോടുകൂടി മാത്രം വരിക. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കണം. പിന്നെ ഒരു വിഷയം ഉണ്ടാവരുത്. കല്യാണത്തിന് മുമ്പ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അതുകൊണ്ടാണ് ഓരോ വീഡിയോയിൽ ഇതിങ്ങനെ എടുത്തു പറയുന്നത്. ഒരു കുട്ടികളും കല്യാണം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടരുത് എന്ന് അത്രയും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഓരോ കാര്യവും എടുത്തു പറയുന്നത്. ഡിവോഴ്സ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എല്ലാം പറയുന്നത്. ബാക്കി നിങ്ങൾ അന്വേഷിച്ച് തന്നെ ചെയ്യണം. എത്രയും പെട്ടെന്ന് റംഷിയാൻ്റെ കല്യാണം ഹാപ്പി ആയിട്ട് നടക്കട്ടെ. നല്ലൊരു പാർട്ട്ണർക്ക് വരട്ടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. വരൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല. ഓളെ നോക്കാൻ പറ്റിയൊരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ജോലിക്ക് പോയി ഓളെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ കുറച്ചിവിടെ വന്ന് റെഡി ആയതിനു ശേഷം കൂട്ടിക്കൊണ്ടുപോയാലൊന്നും പ്രശ്നമില്ല. ആരുമില്ലാത്ത അതൊന്നും പ്രശ്നമില്ല. പിന്നെ ചെറിയ എന്താ ബുദ്ധിമുട്ട് വിഷയമില്ല. പക്ഷേ പക്വതക്കുറവില്ല. അങ്ങനത്തെ വിഷയങ്ങളല്ലാത്ത വേറെ എന്തെങ്കിലും മൈന്യൂട്ട് വിഷയങ്ങളെല്ലാം നോക്കിയിട്ട് ചെയ്യുക. ഭാര്യ മരിച്ച ഡിവോഴ്സ് ആയതൊക്കെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ബാധ്യതകളില്ലാത്ത അങ്ങനെ ഉള്ളൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ. ഓക്കെ.